ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു 3 പീസ് നൈറ്റി കട്ട് ചെയ്യാനാണ് പഠിപ്പിച്ചത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച 3 പീസ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള മോഡൽ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഫ്രണ്ട് സൈഡിൽ നെക്കിന്റെ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന്. അപ്പം ഇതിന്റെ റെഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്ററിൽ വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാനിപ്പം അതൊന്നും വെക്കുന്നില്ല, മെയിൻ പീസ് മാത്രമേ ഞാനിപ്പം ഇതിൽ വെക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് കട്ട് ചെയ്ത പീസാണ് ഞാൻ ഇപ്പം വെക്കുന്നത്. ഇപ്പം വേറെ പീസൊന്നും ഞാൻ ഇതിൽ വെക്കുന്നില്ല. അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ ചുറ്റിനും നമുക്കൊന്നും ഇവിടെ ഇതിന്റെ ചുറ്റിനൊന്ന് നമുക്ക് ലേസ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പം ലേസിന്റെ നല്ല ഭാഗവും തുണിയുടെ നല്ല ഭാഗവും കൂടെ നമ്മൾ ചേർത്താണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരും. ലേസിന്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ഇവിടെ വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെയൊന്ന് ചുറ്റിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി മറു സൈഡും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിന്റെ 3 പീസും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നെക്ക് പിടിപ്പിക്കുന്നത്. അപ്പം നൈറ്റി കട്ടിങ്ങിന്റെ സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണണം. നമുക്ക് വീട്ടിലിരുന്ന് മാസം ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നൈറ്റി സ്റ്റിച്ചിങ്ങിലൂടെ നമുക്ക് പറ്റും. വളരെ എളുപ്പമാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ. അപ്പൊ നമ്മൾ മോഡലായിട്ടൊക്കെ നൈറ്റി സ്റ്റിച്ച് ചെയ്തിടുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെല്ലാവരും വാങ്ങും. അങ്ങനെ നമുക്ക് മാസം അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ പീസ് സെന്റർ പീസ് അതിന്റെ ഈ ഭാഗത്തും ഇതുപോലെ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ നൈറ്റിയുടെ പല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരിദാർ കട്ട് നൈറ്റി ചെയ്തു, നമ്മള് പ്ലീറ്റഡ് നൈറ്റി ചെയ്തു, മോഡൽ നൈറ്റി ചെയ്തു. ഇനി നൈറ്റിയുടെ 7-8 വീഡിയോയും കൂടെ, പല വെറൈറ്റിയിലുള്ള 7-8 വീഡിയോയും കൂടെ അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് ഞാൻ ഇട്ട് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കമന്റ് ചെയ്യണം. അപ്പം നമുക്ക് അതിന്റെ താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെയൊന്ന് വെച്ച് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ള് നമ്മളിപ്പോ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ച അതിന്റെ എല്ലാ ഭാഗവും എല്ലാ ഡ്രസ്സിന്റെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിതിപ്പം ഇതിൽ വെച്ചിരിക്കുന്ന ഈ ലേസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ ഭാഗവും കൂടെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന്റെ ലെങ്ത് എത്രയാണെന്ന് അടയാളപ്പെടുത്തണം. അപ്പം ഞാൻ ഇതിന്റെ നെക്കിന്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 6.5 എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് 6 മതി.
6 മതി. ഇറക്കം നല്ലപോലെ ലെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് 6 വേണമെങ്കിൽ 6 എടുക്കാം. ഞാനിപ്പോൾ 6 ഇതിനകത്ത് അടയാളപ്പെടുത്തുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ 6 അടയാളപ്പെടുത്തി. ഇനി ഈ സൈഡിൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് 6 നമ്മളിവിടെ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അളവ് തെറ്റിപ്പോവും. അതിനാണ് ആദ്യമേ ഞാനവിടെ വരച്ചിട്ടത്. ഇനി ഈ പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ പീസിലോട്ട് ഇങ്ങനെ ഈ 6 വന്ന് അവസാനിച്ചില്ലേ അവിടെ നിന്ന് ഇവിടെയാണ് 6. അപ്പം ഈ 6ന്റെ ഇതിലോട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇനി ഈ സൈഡും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ അപ്പം ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വന്നു. ഇനി നമുക്കിതിനെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവേ. മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തെ ഭാഗം, ഞാനിപ്പം ഇവിടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു ശകലം കൂടെ ഇറങ്ങിയ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോ ഈ ചെറിയ ഒരു രീതിയിലാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. നെക്ക് തന്നെ 6 ഞാൻ എടുത്തിട്ടുള്ളൂ. താഴത്തെ ഭാഗവും എല്ലാം ഒരു ശകലം കൂടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറക്കം ശകലം കൂടെ കൂട്ടി നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ താഴത്തെ പാർട്ട് ഇതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഈ ഭാഗം ഇവിടെ അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇവിടെ ഇതിങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് നോക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു അടയാളപ്പെടുത്തണേ. എന്നിട്ട് ഇവിടെ തൊട്ട് പ്ലീറ്റ് ഇട്ട് പോകാനാ. അതുപോലെ നമ്മൾ മറു സൈഡും എനിക്ക് ഇങ്ങനെയാണ് എളുപ്പം. നിങ്ങൾക്ക് ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇവിടെ നിന്ന് പ്ലീറ്റ് എടുക്കും. പ്ലീറ്റ് എടുത്തതിന് ശേഷം നമ്മളിവിടെ ഈ പാർട്ട് ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുക്കും. ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കാം. പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റ് എടുത്ത് ഈ പീസിലോട്ട് നമുക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ലേസ് തച്ചിരിക്കുന്ന അതിന്റെ മുകളിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ 3 പീസ് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് വയ്ക്കണം. ബാക്ക് സൈഡില് നെക്ക്
നെക്ക് ക്രോസ് പീസ് വെച്ച് തയ്ക്കണം. രണ്ട് ഭാഗം ഇങ്ങനെയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. ഈ സെന്റർ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഈ ചുമപ്പ് കളർ നമുക്ക് വെക്കാം, ഈ മഞ്ഞ കളർ വെക്കാം, വേറെ ഏതെങ്കിലും ഉള്ള പീസ് ആണെങ്കിൽ നമുക്ക് വെച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ സെന്റർ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 3 പീസ് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച പോലെ പഴയ പോലെ തന്നെ ഞാൻ ഇനി ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാവേ. ക്രോസ് പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലോട്ട് ഈ ബാക്ക് ഭാഗത്തോട്ട് ബാക്കിൽ സെൻട്രലിൽ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. നമുക്ക് ആദ്യം സെൻട്രലിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ബാക്കില് പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഇതിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ തന്നെയാണ്. ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാവേ. ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ മുകളിൽ കൂടി നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. പതിച്ച് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിതിനെ ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കാം. ഫ്രണ്ട് പീസ് എടുത്തു. നല്ല വശം ഒരുമിച്ചിട്ടു. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് അതുപോലെ മറു സൈഡ് നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് സ്ലീവ് വയ്ക്കണം. അപ്പം അതെല്ലാം വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടുന്നത് കൊണ്ടും ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഈ 2 സൈഡിലും ഇവിടെയും സ്ലീവ് വെച്ചതിന് ശേഷം കാണിച്ചു തരാവേ. അപ്പം നമ്മൾ 2 സൈഡിലും സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് കൈവണ്ണം നോക്കി താഴോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് താഴോട്ട് ഞാൻ ഷേപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ നമുക്കൊരു കെട്ടും കൂടെ വെച്ച് കൊടുക്കണം. അപ്പം ലാസ്റ്റ് ഫൈനൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം ഇതിന്റെ സൈഡൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ടാണ് അത് കാണിക്കാത്തത്. ഇത് രണ്ടും ഇവിടെ നിന്ന് തിരിച്ചിട്ട് ഇവിടെ നിന്ന് താഴോട്ട് 2 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം. അല്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങളുടെ കൈവണ്ണം എത്രയാണോ അത്ര സ്ലീവ് വണ്ണം നോക്കി താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പം നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇത് ചെറിയൊരു വള്ളി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പൂവോ വല്ലതും വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. ഇതൊരു 3 പീസ് നൈറ്റിയാണ്. അപ്പം ഇതിന്റെ വേറെ മോഡൽ നൈറ്റികൾ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.